കേരള സഹകരണ സംഘം നിയമം 2023 സമഗ്ര ഭേദഗതി അതിൻ്റെ 6ാമത് അധ്യായത്തിലേക്ക് എല്ലാ സഹകാരികൾക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ നാളിതുവരെ കഴിഞ്ഞ 5 അധ്യായങ്ങളിലായി 19 സമഗ്രമായ ഭേദഗതികൾ വിശദമായി ചർച്ച ചെയ്തു. ഇന്ന് 20ാമത് ആയി കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിയാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. 20ാമതായി കൊണ്ടുവന്നിരിക്കുന്നത് വാർഷിക പൊതുയോഗം കൂടുന്നത് സംബന്ധിച്ചാണ്. അത് സെക്ഷൻ 29 എല്ലാവർക്കും അറിയാം. അപ്പോൾ സെക്ഷൻ 29 വന്നിരിക്കുന്ന ഭേദഗതിയാണ്. 29 എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, വാർഷിക പൊതുയോഗം ചേരുന്നത് സംബന്ധിച്ച പരിഗണിക്കേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് സെക്ഷൻ 29 നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു സാമ്പത്തിക വർഷം ആരംഭിച്ച് 6 മാസത്തിനുള്ളിൽ ഒരു സംഘത്തിൻ്റെ വാർഷിക പൊതുയോഗം നടത്തിയിരിക്കണം. അതാണ് നിയമം. നമ്മുടെ ഈ വാർഷിക പൊതുയോഗത്തിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പരിഗണിക്കേണ്ട സബ്ജക്റ്റ് മാറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ പരാമർശം സെക്ഷൻ 29 11 സബ്സെക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ മൂല ആക്റ്റിൽ, അതിൻ്റെ ബേസിക് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഇനി ഇവിടെ വിശദീകരിക്കേണ്ട കാര്യം. എന്നാലും അതിൻ്റെ സംക്ഷിപ്തമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ബഡ്ജറ്റിൻ്റെ അംഗീകാരം, അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അതിൽ വയ്ക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ നടത്തേണ്ടതുണ്ടെങ്കിൽ ഭരണസമിതിയിലേക്ക് നടത്തേണ്ട ഇലക്ഷൻ സംബന്ധിച്ചുള്ള ചർച്ച ജനറൽ ബോഡിയിൽ വരാം. അതൊരു സബ്ജക്റ്റ് മാറ്ററാണ്. അതുപോലെ തന്നെ ആഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ ഡിഫക്ട്സും, സംഘത്തിൻ്റെ ആഡിറ്റ് റിപ്പോർട്ട് ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റെക്ടിഫിക്കേഷൻ, അതിൻ്റെ ചർച്ച, അത് ജനറൽ ബോഡിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് മറ്റൊരു കണ്ടൻ്റായിട്ട് ജനറൽ ബോഡിയിൽ വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയും. നമ്മുടെ പ്രവർത്തനപരമായി നമുക്കുണ്ടാകുന്ന ഡെഫിസിറ്റോ അല്ലെങ്കിൽ ലോസസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി ജനറൽ ബോഡിയുടെ മുന്നാകെ അത് കൊണ്ടുവന്നിരിക്കണം. അതൊരു സബ്ജക്റ്റ് മാറ്ററായി ജനറൽ ബോഡിയിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് സെക്ഷൻ 29 പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. അതുപോലെ തന്നെ അടുത്ത സാമ്പത്തിക വർഷം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം ഓഫ് ആക്ടിവിറ്റീസ്, പ്രധാന പ്രവർത്തനങ്ങൾ, അത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ നോട്ട് നമ്മുടെ ജനറൽ ബോഡിയിൽ വച്ച് അംഗീകാരം നേടണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി വന്നിട്ടുള്ളത് സബ്സെക്ഷൻ സിയിലാണ്. ABCD ഇങ്ങനെ E വരെ ഉണ്ട്. അതിൽ നമ്മൾ സിയിലാണ് കുറച്ചധികം വേറൊരു 5 സബ്സെക്ഷൻ കൂടി വന്നിട്ടുണ്ട്. CA, CB, CC, CD, CE എന്നിങ്ങനെ CF എങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ നോക്കിയാൽ 11 സബ്സെക്ഷനാണ് സെക്ഷൻ 29 അതിൽ ഇപ്പോൾ അമെൻമെൻറ്റ് വന്നിരിക്കുന്ന സെക്ഷനാണ് CC എന്ന് പറയുന്ന സെക്ഷൻ. അത് നമുക്കറിയാം, ആനുവൽ റിപ്പോർട്ടും അക്കൗണ്ട്സും ജനറൽ ബോഡി പരിഗണിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ പ്രീവിയസ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസ്. ആനുവൽ റിപ്പോർട്ടും അക്കൗണ്ട്സും പരിശോധിക്കണം. എന്ത് അക്കൗണ്ട്സ് എന്ന് വ്യക്തതയില്ല. അവിടെ ഒരു ആംബിഗ്വിറ്റി ഉണ്ട്. അതൊരു ക്ലാരിറ്റി വരുത്തിയാണ് ഇപ്പോഴത്തെ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് എന്ന് പറയുന്ന വാക്കിന് മുന്നായി ഓഡിറ്റഡ് അക്കൗണ്ട്സ്, ആഡിറ്റ് ചെയ്യപ്പെട്ട അക്കൗണ്ട്സാണ് പരിഗണിക്കേണ്ടത്. അല്ല സംഘം തട്ടിക്കൂട്ടിയ ഒരു അക്കൗണ്ട്സ് അല്ല ജനറൽ ബോഡി അംഗീകരിച്ച് കൊടുക്കേണ്ടത്. ആഡിറ്റ് ചെയ്യപ്പെട്ട എന്ന കൃത്യമായ ഒരു ഭേദഗതി ആണ് CCയിൽ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ CC അതിൻ്റെ ടെക്സ്റ്റ് നമുക്കിങ്ങനെ വായിക്കാം. റിവ്യൂ ഓഫ് ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റഡ് അക്കൗണ്ട്സ്. കാണാൻ വേണ്ടി കഴിയുന്നുണ്ടല്ലോ ടെക്സ്റ്റ്. ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഓഫ് എനി സബ്സിഡിയറി ഓർഗനൈസേഷൻ, സംഘത്തിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവയുടെ 2 കാര്യങ്ങൾ എന്താണ്, ആനുവൽ റിപ്പോർട്ടും അതുപോലെ തന്നെ ഓഡിറ്റഡ് അക്കൗണ്ട്സും ജനറൽ ബോഡിയിലേക്ക് കൊണ്ടുവന്നിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ്. പിന്നെ അതിനോട് ചേർന്ന് വരുന്ന സബ്സെക്ഷനുകളിൽ നിന്നും മാറ്റമില്ല. പിന്നെ മറ്റ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അമെൻമെൻറ്റ് ഓഫ് ബൈല ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബൈല ഭേദഗതി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമ്മുടെ ജനറൽ ബോഡിയിൽ വെച്ച് ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ ഇലക്ഷൻ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് ഏത് ജനറൽ ബോഡിയിൽ വെച്ച് അതിൻ്റെ തീരുമാനം എടുക്കണം എന്നുള്ള കാര്യം നമ്മുടെ ഈ നടക്കുന്ന ജനറൽ ബോഡിയിൽ വെച്ചൊരു തീരുമാനമെടുക്കണം. അതുപോലെ തന്നെ RCS, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള അജണ്ട ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ ബൈലയിൽ എന്തെങ്കിലും സബ്ജക്റ്റ് മാറ്റർ പറയുന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിയിരിക്കണം. ഇങ്ങനെ 11 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സെക്ഷൻ 29 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടത്. ക്ലിയറാണ് ആ സംഗതി. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അത് ഓഡിറ്റഡ് അക്കൗണ്ട് എന്ന് മാത്രം, സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റഡ് അക്കൗണ്ട് കൂടി പരിഗണിക്കണം എന്നുള്ള മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് സബ്സെക്ഷൻ CCയിലാണ്. സിമ്പിൾ.
അതുപോലെ ഞാൻ തൊട്ട് മുമ്പ് സംസാരിച്ച സബ്സെക്ഷൻ സിഇയിൽ ഞാനിപ്പോൾ പറഞ്ഞു, ഇലക്ഷൻ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് ഏത് ജനറൽ ബോഡിയിൽ തീരുമാനിക്കണം എന്നുള്ള ആ സബ്സെക്ഷൻ പൂർണ്ണമായും മാറ്റി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കൂട്ടിച്ചേർക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സബ്സെക്ഷൻ മാറ്റിയിട്ട് പുതിയതായിട്ട് കൃത്യമായി അഴിമതി നിരോധനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ഈ സിഇയിൽ ഇപ്പോഴത്തെ സമഗ്ര ഭേദഗതിയിൽ വന്നിരിക്കുന്നത്. അതിപ്രധാനമാണ്. അത് ഇന്നത്തെ കാലത്ത് കാലോചിതമാണെന്ന് പറയാതെ വയ്യ. നോക്കാം നമുക്കത്. ഇന്നത്തെ വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള സംഘങ്ങളുടെ അഴിമതി അത് കൃത്യമായി നിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടി സമഗ്ര ഭേദഗതിയിൽ കൊണ്ടുവന്ന ഒരു മാറ്റമാണ് ഇത് എന്ന് പറയാതെ വയ്യ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ കുടിശ്ശിക, അവരുടെ ലയബിലിറ്റി, ബാധ്യത, സംഘങ്ങളിലേക്കുള്ള ബാധ്യത, അത് മാത്രമല്ല ജീവനക്കാരുടെയും ബാധ്യത, സംഘങ്ങളിലേക്കുള്ള കുടിശ്ശിക മുൻപ് ഇല്ലാതിരുന്ന സുപ്രധാനമായ ഒരു ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റമാണിതെന്ന് പറയാതെ വയ്യ. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും ലയബിലിറ്റി, ബാധ്യത, സംഘങ്ങളിലേക്കുള്ള ബാധ്യത സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് ജനറൽ ബോഡിയിൽ വെച്ച് പാസ്സാക്കണം. വളരെ നല്ല സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റാണ് ഈ അമെൻമെൻറ്റ് എന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ ഈ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ മാത്രം പോരാ, ഈ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മാത്രം പോരാ, അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ബാധ്യതകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ജനറൽ ബോഡിയിലേക്ക് കൊണ്ടുവരണം. ഇത് സമഗ്രമായ ഭേദഗതി, വളരെ സുപ്രധാനമായ ഭേദഗതി തന്നെ എന്ന് പറയാതെ വയ്യ. ഇവരുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബാധ്യതകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ജനറൽ ബോഡിയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇവിടെ ഒരു എക്സ്പ്ലനേറ്ററി നോട്ട് കൂടി ഈ സെക്ഷൻ 29 കൊണ്ടുവന്നു. ഫാമിലി മെമ്പേഴ്സ് എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇവരുടെ മാത്രം പോരാ, അവരുടെ കുടുംബാംഗങ്ങളുടെ ഡ്യൂസ് സംബന്ധിച്ച വിശദാംശവും വേണം. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു വിശദീകരണം ഒരു എക്സ്പ്ലനേറ്ററി നോട്ടായിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വേറൊന്നും പറയുന്നില്ല. ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ ഇൻക്ലൂഡിങ് അഡോപ്റ്റഡ് ചിൽഡ്രൻ, സ്വന്തം കുട്ടികൾ, അതുപോലെ തന്നെ ദത്തെടുത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെയും കാര്യങ്ങൾ, ആൻഡ് പേരൻസ്. അപ്പോൾ ഇതാണ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു നിർവചനമായിട്ട് എക്സ്പ്ലനേറ്ററി നോട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ സുപ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അഴിമതി ഒരു പരിധിവരെ തടയാൻ ഈ അമെൻമെൻറ്റിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണവശം. ഇനി ഞാൻ പറഞ്ഞ ഈ സബ്സെക്ഷൻ സിഇയുടെ ടെക്സ്റ്റ് കൂട്ടുകാർക്ക് വായിച്ചാൽ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടി കഴിയും. എന്താണ്, ഞാനത് വായിക്കാം. കൺസിഡറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആൻഡ് ദ എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റി ക്ലിയർ ആൻഡ് ദിയർ ഫാമിലി മെമ്പേഴ്സ് ഡ്യൂ ടു ദ സൊസൈറ്റി ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. കൃത്യമാണ് നമ്മൾ പറഞ്ഞ കാര്യത്തിൻ്റെ അതേപടി ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എക്സ്പ്ലനേറ്ററി നോട്ടും നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ക്ലോസ്, ഇതിന് വേണ്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സ് മീൻസ് വ്യക്തമാണ്, ഒരു ക്ലാരിഫിക്കേഷൻ. മീൻസ് ഹസ്ബൻഡ്, വൈഫ്, ദിയർ ചിൽഡ്രൻ ഇൻക്ലൂഡിങ് അഡോപ്റ്റഡ് ചിൽഡ്രൻ ആൻഡ് പേരൻസ്, അതാണ് പറയുക. അപ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കേസ് തന്നെയാണ്. എന്താണ് ഫാമിലി മെമ്പേഴ്സ്, മനസ്സിലായല്ലോ. ഇനി ഈ സെക്ഷൻ 29ൻ്റെ സബ്സെക്ഷൻ 1 നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. സബ്സെക്ഷൻ 2 ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് മുൻകാലങ്ങളിൽ അറിയാം. അതിൽ പറയുന്നത് ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം മീൻസ് ബൈ ദ രജിസ്ട്രാർ എന്താണ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു അറ്റൻഡ് ദ കമ്മിറ്റി ആൻഡ് ഇൻ ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ RCSനോ അദ്ദേഹം ഡെപ്യൂട്ടി ചെയ്യുന്ന ഒരാളിനോ കമ്മിറ്റി മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിങ്ങിലോ പങ്കെടുക്കാനുള്ള അധികാരമുണ്ടായിരിക്കും എന്നാണ് നേരത്തെ ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സബ്സെക്ഷൻ 2 സമഗ്രമായി മാറ്റി ഒരു അഡീഷൻ കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂഷനാണ്, മൊത്തത്തിൽ മാറ്റി. ആ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇനിയുള്ള ആ ടെക്സ്റ്റ് ഇങ്ങനെ മാറും. രജിസ്ട്രാർക്ക് മാത്രമല്ല, രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം ആൻഡ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ആഡിറ്റ്. അപ്പോൾ ആഡിറ്റ് ഡയറക്ടറെ കൂടി ഈ ഗണത്തിൽ കൊണ്ടുവന്നു എന്ന് സാരം. രജിസ്ട്രാറോ അദ്ദേഹം ഡെപ്യൂട്ടി ചെയ്യുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഓഡിറ്റിനോ അദ്ദേഹം ഡെപ്യൂട്ടി ചെയ്യുന്ന വ്യക്തിക്കോ സംഘത്തിൻ്റെ കമ്മിറ്റി മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിങ്ങിലോ പങ്കെടുക്കാനുള്ള അധികാരമുണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു
സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് ഇനി വായിച്ചാൽ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലാവും. ഞാനത് വായിക്കാം. സബ്സെക്ഷൻ 2 വന്ന ഭേദഗതി നോക്കൂ. ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം, ക്ലിയർ, ആൻഡ് ദ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഓർ എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം, ക്ലിയർ ആയല്ലോ. may have the right to attend the committee and in the general body meeting of any society. വളരെ കൃത്യമായ ഭേദഗതി. ഇനി 21ാമതായി കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. 21ാമതായി സെക്ഷൻ 31 ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. സെക്ഷൻ 31 നമുക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ തന്നെ സർക്കാർ നോമിനിയെ സംബന്ധിച്ചാണ്. സെൻട്രൽ അപ്പെക്സ് സൊസൈറ്റികളിലേക്ക് സർക്കാരിൻ്റെ നോമിനേഷൻ സംബന്ധിച്ച പരാമർശങ്ങളാണ് സെക്ഷൻ 31 അതിൻ്റെ മൂല ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നോമിനേഷൻ ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റീസ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് എന്നാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ പറയുക. അതിൻ്റെ സബ്സെക്ഷൻ 3 അതിൻ്റെ നോമിനേഷൻ നടപടികളെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ ആ ഒരു സെക്ഷനിൽ നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്റ്റിൽ പറയുന്നുണ്ട്. അതിൻ്റെ 3 സബ്സെക്ഷനുകളും അതിനുണ്ട്, 1, 2 and 3. അതിൽ 3ാമത്തെ സബ്സെക്ഷനിലാണ് ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. അത് സമഗ്ര ഭേദഗതിയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഭേദഗതിയുടെ തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന ഒരു ഭേദഗതിയാണ് സബ്സെക്ഷൻ 3. സബ്സെക്ഷൻ 3 നമുക്കറിയാം, കമ്മിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു അപ്പെക്സ് സെൻട്രൽ സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്ക് ഒരാളിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഷാൽ നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡിസ്കഷൻ ഓഫ് എനി നോ കോൺഫിഡൻസ് മോഷൻ അല്ലെങ്കിൽ ഓർ വോട്ട് ഓൺ എനി സച്ച് മോഷൻ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അവിശ്വാസ പ്രമേയ ചർച്ചയിലോ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടിങ്ങിലോ ഇത്തരം നോമിനീസിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ടേക്ക് പാർട്ട് എന്ന് പറയുന്ന ആ വേർഡിനോട് ചേർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തിയിട്ടുണ്ട്. ആ ഒരു സംഗതി ടേക്ക് പാർട്ട് ഇവിടെ കാണാൻ വേണ്ടി കഴിയും ടെക്സ്റ്റ്. അപ്പോൾ അത് ചേർത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കും. ടേക്ക് പാർട്ട് ഇൻ ദ വോട്ടിംഗ് ഫോർ ദ ഇലക്ഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സ്. ഓഫീസ് ബെയറേഴ്സിൻ്റെ ഇലക്ഷനെ സംബന്ധിച്ച് അതുപോലെ തന്നെ നോ കോൺഫിഡൻസ് മോഷനിലോ അതിൻ്റെ ഇലക്ഷനിലോ പങ്കെടുക്കാനുള്ള അധികാരം ഈ നോമിനേറ്റഡ് മെമ്പേഴ്സിന് ഇല്ല എന്നാണ്. ഇനി ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ സുഹൃത്തുക്കൾക്ക് കൃത്യമായി മനസ്സിലാവും. ഞാനത് വായിക്കാം. A person nominated to the committee of an apex or central society under the subsection 1 shall not take part, അവിടെയാണ് അഡീഷൻ വേണ്ടത്, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, in the voting for the election of office bearers and in the discussion of any no confidence motion or vote on any such motion. വളരെ വ്യക്തമായി മനസ്സിലായല്ലോ. 22ാമതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. സംഘങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനം എന്ന് തന്നെ പറയാം. 22ാമത്തെ അമെൻമെൻറ്റ് അത് സെക്ഷൻ 32 വരുത്തിയിട്ടുള്ളത്. 32 നമുക്കെല്ലാവർക്കും അറിയും പോലെ തന്നെ വളരെ പ്രധാനമായ ഒരു വകുപ്പാണ്. സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി, കമ്മിറ്റിയെ പിരിച്ചുവിടൽ. സംഘങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതും അറിയുന്നതുമായിട്ടുള്ള സുപ്രധാനമായ വകുപ്പിൽ ചില ഭേദഗതികൾ ഇപ്പോൾ സുപ്രധാനമായി വന്നിട്ടുണ്ട്. അവ നമുക്ക് പരിശോധിക്കും മുമ്പ് ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു സംക്ഷിപ്തമായിട്ട് ആദ്യം ഒന്ന് പരിശോധിക്കാം. സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി, കമ്മിറ്റിയെ പിരിച്ചുവിടൽ, സെക്ഷൻ 32. ഈ സെക്ഷൻ 32 6 സബ്സെക്ഷനുകളാണുള്ളത്. 1, 2, 3, 4, 5, 6 ഈ രീതിയിലാണ് ആ 32 സെക്ഷൻ്റെ ഘടന വന്നിട്ടുള്ളത്. 6 സബ്സെക്ഷൻ. അതിൽ 1ാമത്തെ സബ്സെക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സബ്സെക്ഷനെ ഒന്നിനെ തന്നെ 5 വീണ്ടും 5 ക്ലോസുകളായിട്ടും വീതിച്ചിട്ടുണ്ട്. A, B, C, D and E എന്നുള്ള മട്ടിൽ. അപ്പോൾ ഇത്രയും നിയമങ്ങളടങ്ങിയ ഒരു ബൃഹത്തായ നിയമമാണ് സെക്ഷൻ 32 സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൽ 1ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ടും പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. രജിസ്ട്രാറാണ് ഒരു സൂപ്പർ സെഷൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. നമ്മൾക്കെല്ലാം അറിയുമ്പോൾ തന്നെ RCS ആണ്. RCSന് സ്വന്തം നിലയിലോ, ശ്രദ്ധിക്കുക, RCSന് സ്വന്തം നിലയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സബോർഡിനേറ്റ് ഓഫീസേഴ്സിനെ വെച്ചോ ഒരു എൻക്വയറി നടത്തി അല്ലെങ്കിൽ ഏതെങ്കിലും വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻസിങ് ബാങ്കിൻ്റെ സംഘത്തിൻ്റെ ഏതെങ്കിലും
ഒരു ഫിനാൻസിങ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എൻക്വയറി നടത്തി അദ്ദേഹത്തിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് കൺവിൻസ്ഡ് ആയാൽ അദ്ദേഹത്തിന് ഏത് സംഘത്തിൻ്റെയും ഭരണസമിതിയെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് എന്നാണ് ഉപവകുപ്പ് 1 പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ക്ലോസുകളിൽ ഒന്നാമത്തെ ഉപവകുപ്പിൻ്റെ സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ചില ഞാൻ പറഞ്ഞു ഈ വരെയുള്ള ക്ലാസ്സുകളുണ്ട്. ഈ ഒന്നാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ സാഹചര്യത്തിലാണ് RCSന് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്, സംഘത്തിനെ സൂപ്പർസീഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതാണ് എയിൽ പറയുന്ന അതിപ്രധാനമായ ഒരു സാഹചര്യം. വേറൊന്നുമല്ല, നിരന്തരമായി ഒരു സംഘത്തിൻ്റെ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതി ആക്ട് ആൻഡ് റൂൾസിനോ അല്ലെങ്കിൽ ബൈലായിലോ നിഷ്കർഷിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ നിരന്തരമായി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുക അല്ലെങ്കിൽ അവഗണിക്കുക, ഇങ്ങനത്തെ സാഹചര്യത്തിൽ കൃത്യമായിട്ട് RCSന് അതിനകത്ത് ഇടപെടാനും സംഘത്തിനെ സൂപ്പർസീഡ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് സബ്സെക്ഷൻ എയിൽ പറയുന്നത്. സബ്സെക്ഷൻ ബിയിലും അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെ പറയുന്നുണ്ട്. ബോധപൂർവം വിൽഫുൾ നെഗ്ലിജൻസ് എന്നാണ് അതിനകത്ത് പറയുക. അപ്പോൾ വിൽഫുള്ളി ഡിസബൈസ് ഓർ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് എനി ലാഫുൾ ഓർഡേഴ്സ്. അപ്പോൾ നമ്മൾ ആക്ട് ആൻഡ് റൂളിലോ ബൈലോയിലോ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയോ നൽകുന്ന ഉത്തരവുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ കൃത്യമായി ബോധപൂർവം ലംഘിക്കപ്പെട്ടാൽ RCSന് അക്കാര്യത്തിൽ ഇടപെടാം, സംഘത്തിനെ സൂപ്പർസീഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാം. അതാണ് ക്ലോസ് ബിയിൽ പറയുന്നത്. ഇവിടെ ആണ് ഒരു പുതിയ അഡിഷൻ ഈ സെക്ഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബി എന്താണെന്ന് സംസാരിച്ചു. ആ ബിയുടെ താഴെ അതിൻ്റെ ഒരു ഉപവകുപ്പ് എന്നുള്ള നിലയിൽ ഒരു അഡീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ആഫ്റ്റർ ദ ബി ദ ഫോളോയിങ് ഷാൽ ബി ആഡഡ് എന്നാണ് പറയുന്നത്. BA എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന നമ്പർ. വേറൊന്നുമല്ല, അതിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വിൽഫുൾ ഡിസൊബീഡിയൻസ്, ബോധപൂർവം നമ്മൾ ഉത്തരവുകൾ ലംഘിക്കുക എന്നുള്ളതാണ് വിൽഫുൾ ഡിസ്ഒബീഡിയൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എറ്റ്സെട്ര റെഫേർഡ് ടു ഇൻ സെക്ഷൻ 76 ഓഫ് ദ ആക്ട്. നമുക്കറിയാം വകുപ്പ് 76 എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുന്ന സുപ്രധാനമായ സംഗതികൾ, ഓർഡർ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ പ്രതിപാദ്യമാണ് സെക്ഷൻ 76. അപ്പോൾ അതിൽ പറയുന്ന ഓർഡറുകൾ നിരന്തരം ലംഘിക്കുക, ബോധപൂർവം ലംഘിക്കുക, അതുകൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിലും RCSന് ഇടപെടാം, സൂപ്പർ സെഷനിലേക്ക് കടക്കാം. ഇനി സുപ്രധാനമായ മറ്റൊരു സാഹചര്യം സിയിൽ, ക്ലോസ് സിയിൽ, സബ്സെക്ഷൻ 1 ക്ലോസ് സിയിൽ മൂന്നാമതായി പറയുന്നുണ്ട്. വേറൊന്നുമല്ല, അത് ഭരണസമിതി അംഗങ്ങളും ബോർഡും അതിൻ്റെ പ്രസിഡന്റുമാരും ഒക്കെ കൃത്യമായി ശ്രദ്ധിക്കപ്പെടുന്നതുമായ ഒരു സംഗതി തന്നെയാണ്. ഏതെങ്കിലും തുക, ഒരു പേയ്മെൻറ്റ്, സംഘം കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റ് കോൺട്രറി ടു ദ ആക്ട് ആൻഡ് റൂൾസ്, നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ബൈലായുടെ പരാമർശങ്ങൾക്കെതിരാണ് ആ പേയ്മെൻ്റ് എന്ന് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ അതൊരു അവഗണനയാണ്, നെഗ്ലിജൻസ് ആണ്, വിൽഫുൾ നെഗ്ലിജൻസ് ആണ്, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, വിശ്വാസ വഞ്ചനയാണെന്ന് ബോധ്യപ്പെട്ടാൽ കൃത്യമായി RCSന് അക്കാര്യത്തിൽ ഇടപെട്ട് സംഘം ഭരണസമിതി സൂപ്പർ സെഷനിലേക്ക് നയിക്കുന്ന നടപടികളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. വളരെ പ്രധാനം. ഈ സബ്സെക്ഷൻ ഈ ഉപവകുപ്പ് സിയിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ഞാനത് ഒന്നുകൂടി ഇവിടെ വിശദീകരിച്ചത്. ഡിയിലാണ് മറ്റൊരു ഭേദഗതി കൃത്യമായിട്ട് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. സുപ്രധാനമായ ഒരു ഭേദഗതി ഈ സൂപ്പർ സെഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ ക്ലോസ് ഡിയിലാണ്. 4ാമത് ക്ലോസ് ഡി അതിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡി നമുക്ക് ഏവർക്കും അറിയാം പോലെ തന്നെ അതിൻ്റെ സൂപ്പർ സെഷൻ്റെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു ക്ലോസ് ആണ് ഡി. അതിൽ പറഞ്ഞിരിക്കുന്നത് മിസ്അപ്രോപ്രിയേഷൻ അത് തന്നെയാണ്. ഭരണസമിതി ബോധപൂർവം മിസ്അപ്രോപ്രിയേഷൻ നടത്തുക, അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡുകൾ ടാമ്പർ ചെയ്യുക, നശിപ്പിക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക, അത് ഭാഗികമായോ പൂർണ്ണമായോ നശിപ്പിക്കുക. എന്നതിന് വേണ്ടിയിട്ട് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത മാൽ പ്രാക്ടീസ് മൂടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം റെക്കോർഡുകൾ, സംഘത്തിൻ്റെ റെക്കോർഡുകൾ നശിപ്പിക്കപ്പെട്ടതായി RCSന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എൻക്വയറി എല്ലാം നടത്തിയതിനു ശേഷം ആ സംഘത്തിനെ കേൾക്കണം. അതാണല്ലോ നടപടി ക്രമം, ചട്ടം. അങ്ങനെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി സംഘത്തിനൊരു നോട്ടീസ് നൽകുക, അവർക്ക് പറയാനുള്ള വാദഗതി കേൾക്കുക, ഒബ്ജക്ഷൻ കാൾ ഫോർ ചെയ്യുക. ആ സംഘത്തിൻ്റെ ഒബ്ജക്ഷൻ കാൾ ഫോർ ചെയ്തതിനു ശേഷം വസ്തുത ഇല്ലെങ്കിൽ, ആ ഒബ്ജക്ഷനിൽ വസ്തുതയില്ല, മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട് എന്നാണ് RCSന് ഉത്തമ ബോധ്യം വരുന്നതെങ്കിൽ ഒരു റിട്ടേൺ നോട്ടീസ് സംഘത്തിന് കൊടുക്കുക. ആ നോട്ടീസിൽ എന്താ പറയുക, സംഘത്തിന് അല്ലെങ്കിൽ കമ്മിറ്റിയെ അതിൻ്റെ സ്ഥാനത്തു നിന്നും മാറ്റിയിരിക്കുന്നു
എന്ന് പറഞ്ഞിട്ട് കൃത്യമായി കൊടുക്കാം. RCSന് അധികാരമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാനത്ത് ഒരു അഡ്മിനിസ്ട്രേറ്ററെ, അതാണ് പ്രധാനം, ശ്രദ്ധിക്കുക, ഒരു അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ 3 അംഗങ്ങൾ അടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ആ സ്ഥാനത്തേക്ക് വയ്ക്കാം. ആ കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, അതിൽ ആ കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ കൺവീനറും ആയിരിക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അവരുടെ കാലാവധി 6 മാസവുമായിരിക്കും എന്നും പറയുന്നുണ്ട്. 6 months അതാണ് കാലാവധി. ഇതൊക്കെ പ്രിൻസിപ്പൽ ആക്റ്റിൽ പറഞ്ഞിട്ടില്ല. അതിലൊന്നും യാതൊരു മാറ്റവും ഇപ്പോൾ വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തിയിട്ടുള്ളത് നമ്മളിങ്ങനെ വയ്ക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ, അവിടെ ഒരു വാക്ക് ഈ ടെക്സ്റ്റിൽ പറയുന്നത് ഹൂ നീഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഇങ്ങനെ വയ്ക്കുന്ന ആൾ ആ സംഘത്തിൻ്റെ അംഗമായിരിക്കണമെന്നില്ല എന്നാണ് പഴയ ആക്റ്റിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്റ്റിൽ പറഞ്ഞിരുന്നത്. അതിലാണൊരു മാറ്റം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. അവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നീഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി എന്നുള്ളത് മാറ്റി അതിന് പകരം ഹൂ ഷാൽ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, അംഗങ്ങളിൽ നിന്നും വരുന്ന ഒരാളെ അല്ലെങ്കിൽ 3 പേര് എന്നുള്ള തരത്തിലേക്ക് അംഗങ്ങളായിരിക്കണമെന്ന് സാരം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അതാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഡിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റം നമ്മൾ ഈ പറഞ്ഞ ടെക്സ്റ്റിൽ ഹൂ നീഡ് നോട്ട് ബി മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന വേർഡ്സ് മാറ്റി അംഗങ്ങളായിരിക്കണം എന്നില്ല എന്നുള്ള സംഗതി മാറ്റി ഹൂ ഷാൽ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്നുള്ള വാക്കുകൾ ആഡ് ചെയ്യുന്നത്. അംഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ വയ്ക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇനി ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ മാറ്റം, അമെൻമെൻറ്റ് ബോധ്യപ്പെടും. ടെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിലേക്ക് ശ്രദ്ധിക്കുക. ഞാനതൊന്ന് വായിക്കാം. മിസ്അപ്രോപ്രിയേഷൻ ഓർ ഡിസ്ട്രോയ്സ് ഓർ ടാമ്പേഴ്സ് വിത്ത് ദ റെക്കോർഡ്സ് or causes the destruction of records to cover up any misconduct or malpractice. Malpractice മൂടി വയ്ക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രേഖകൾ ബോധപൂർവം നശിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. He may, registrar may, after giving the committee an opportunity to state its objection, എപ്പോഴും അത് തന്നെയാണ് നടപടിക്രമം എന്ന് പറയുന്നത്, objection call for ചെയ്യുക. If any, by order in writing, റിട്ടൺ ഓർഡർ ആയിരിക്കണം, റൈറ്റിംഗ്, റിമൂവ് ദ കമ്മിറ്റി ആൻഡ് അപ്പോയിൻറ്റ് ഇൻ ഇറ്റ്സ് പ്ലേസ് വൺ അഡ്മിനിസ്ട്രേറ്റർ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ 3 individuals, one among them as convener. അതെല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതിൻ്റെ പദാനുപദ ട്രാൻസ്ലേഷൻ തന്നെയാണ്. ഒരാളെ കൺവീനറായിട്ടും വയ്ക്കും. ഇനിയാണ് മാറ്റം വന്നിരിക്കുന്നത്. ഹൂ നീഡ് നോട്ട് ബി മെമ്പർ ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്ന വാക്കുകൾ ഒഴിവാക്കി പിന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട് മുകളിൽ. അത് തന്നെ മറ്റത് മാറ്റി ഇത് ചേർക്കുക. ഏതാ ചേർക്കേണ്ടത്? ഹൂ ഷാൽ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അങ്ങനെ എടുക്കുന്നവർ അംഗങ്ങളിൽ നിന്ന് എടുക്കുന്നവരായിരിക്കണം എന്നാണ് ഒരു ഭേദഗതി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ടു മാനേജ് ദ അഫേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ പീരീഡ് നോട്ട് എക്സീഡിങ് 6 months. ഓക്കെ. ഈ സബ്സെക്ഷൻ 1D പ്രൊവിസോ അതിൻ്റെ പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉണ്ടായിരുന്നു. 1, 2, 3 എന്നുള്ള ക്രമത്തിൽ. അതിൽ 1ാമത്തെ പ്രൊവിസോ അതുപോലെ തന്നെ 1ഉം 2ഉം നിലനിർത്തിയിട്ടുണ്ട്. 3ാമത്തെ പ്രൊവിസോ ഒഴിവാക്കിയിട്ടുമുണ്ട്. അത് നമുക്ക് ബ്രീഫായിട്ട് ഞാൻ പറയാം. 1ാമത്തെ പ്രൊവിസോയിൽ വേറൊന്നുമല്ല, സഹകരണ സംഘം ആണെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തുന്ന സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ളൊരു പ്രൊവിഷൻ പറയുന്നുണ്ട്. ഇത് കേന്ദ്ര ആക്ടാണ്. 1949 സെൻട്രൽ ആക്ട് ഓഫ് 10 എന്ന് നമ്മൾ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാധകമായിരിക്കും ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിൽ. ആ പ്രൊവിസോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, മാറ്റമില്ല. അതുപോലെ തന്നെ 2ാമത്തെ പ്രൊവിസോയും മാറ്റമില്ല. അതിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തുന്ന സഹകരണ സംഘങ്ങളിൽ ഇത്തരം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ വയ്ക്കുമ്പോൾ യാതൊരു സാഹചര്യത്തിലും 1 year എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നൊരു പ്രൊവിസോ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലും മാറ്റമില്ല. മാറ്റമുള്ളത് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന 3ാമത്തെ പ്രൊവിസോയിലാണ്. 3ാമത്തെ പ്രൊവിസോയ്ക്ക് ഇനി അതിന് പ്രായോഗികതയില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ അത് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഗവൺമെൻറ് നിയമത്താൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ബോർഡോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ, ബോർഡോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ, അതിൽ ഗവൺമെൻറ് ഗ്യാരണ്ടി ഇല്ല, ഗവൺമെൻറ് ലോണില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇല്ല, അത്തരം ബോർഡില്ല. ആ സാഹചര്യത്തിൽ ആ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു സംഗതി നേരത്തെ തന്നെ പ്രൊവിസോയിൽ പറയുന്നുണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്ലോസിൽ വ്യക്തമാണ്. അതുകൊണ്ട് അതിന് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ആ ക്ലാസ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു.
മൂന്നാമത്തെ പ്രൊവിസോ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ അതിനോടൊപ്പം 2 എക്സ്പ്ലനേറ്ററി നോട്ട്സ്, വിശദീകരണ കുറിപ്പുകൾ അതിനകത്തുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ വിശദീകരണ കുറിപ്പ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന്, ആ ക്ലോസ് തന്നെ ഒഴിവാക്കിയ സ്ഥിതിക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അത് പ്രാക്ടിക്കൽ സെൻസിൽ ഒഴിവാക്കിയിരിക്കുന്നത്. നമുക്കറിയാം NCDC ധനസഹായം, പിന്നെ റിസ്ക് ഫണ്ട് ബോർഡിൽ നിന്നുള്ള ധനസഹായം, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ്, വെൽഫെയർ ഫണ്ട് ബോർഡ്, ഇവയിൽ നിന്നുള്ള ധനസഹായങ്ങൾ, ഇവയാണ് സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ധനസഹായം കിട്ടുന്ന സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു വിശദീകരണമാണ് എക്സ്പ്ലനേഷൻ 1 പറയുന്നത്. അത് പൂർണ്ണമായിട്ടും ഡിലീറ്റഡ്. ഈ 2 എക്സ്പ്ലനേറ്ററി നോട്ടിൽ ആദ്യത്തേത് പൂർണ്ണമായും ഒഴിവാക്കിയപ്പോൾ അതിൻ്റെ നമ്പേഴ്സിൽ ഒരു റീഅറേഞ്ച്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് ഒഴിവാക്കി. അതുകൊണ്ട് എക്സ്പ്ലനേറ്ററി നോട്ട് 2 എന്നുള്ളത് ഇനി 1 വായിക്കുക, 1 മാത്രമായിട്ട് അവശേഷിക്കുന്നതുകൊണ്ടാണ് ആ ഒരു മാറ്റം വന്നിട്ടുള്ളത്. ഇനി സബ്സെക്ഷൻ 1E ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ സംബന്ധിച്ച്, ഭരണസമിതി അംഗങ്ങളെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു ഭേദഗതിയാണ് ഇയിൽ. അത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി സൂപ്പർസീഡ് ചെയ്യപ്പെട്ടൊരു കമ്മിറ്റി അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടൊരു കമ്മിറ്റി അംഗത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തുടർച്ചയായ 2 വർഷം ഫോർ 2 കൺസിക്യൂട്ടീവ് ടൈംസ് അതിൽ അടുത്തൊരു കമ്മിറ്റിയിലേക്ക് എലക്ട് ചെയ്ത് വരാൻ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല, നോമിനേറ്റ് ചെയ്യപ്പെട്ട് വരാനും സാധിക്കുന്നതല്ല. ഈ രീതിയിലുള്ള ഒരു ഭേദഗതിയായിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് നെക്സ്റ്റ് 1 ടൈം എന്നാക്കിയിട്ടുണ്ട്. അടുത്ത ഒരു തവണത്തേക്ക് മാത്രം ആണ് അദ്ദേഹത്തിന് ഈ ഒഴിവാക്കപ്പെടൽ എന്ന് ആക്കി ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സുപ്രധാനമാണ്, സഹകാരികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുമാണ്. തുടർച്ചയായ 2 ടൈമുകൾ ഒഴിവാക്കപ്പെടും എന്നുള്ളത് അടുത്ത ഒരു ടൈം എന്നാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സബ്സെക്ഷൻ 1 നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ആ സബ്സെക്ഷൻ 1 ഭേദഗതികൾ 3 വന്നിട്ടുള്ളത്. അത് നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ സൂപ്പർ സെക്ഷൻ്റെ സബ്സെക്ഷൻ 2 വന്നിരിക്കുന്ന, അത് പ്രിൻസിപ്പൽ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, അത് ഭേദഗതി ഒന്നും വന്നിട്ടില്ല. എങ്കിലും പ്രിൻസിപ്പൽ ആക്റ്റിൽ വന്നിരിക്കുന്നത് ഇത്തരം ഒരു സൂപ്പർ സെഷൻ ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പ് RCS കൺസൾട്ട് ചെയ്യപ്പെടേണ്ട ചില സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും പഠിക്കും പോലെ തന്നെ ഫിനാൻസിങ് ബാങ്കുമായിട്ടും ബന്ധപ്പെട്ട സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായിട്ടും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ടും ഈ ഒരു സംഗതി RCS കൺസൾട്ട് ചെയ്തിരിക്കണം എന്ന് ഈ 32 സബ്സെക്ഷൻ 2 നേരത്തെ പ്രിൻസിപ്പൽ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇനി നമ്മൾ മൂന്നാമത്തെ സബ്സെക്ഷനിൽ പറയുന്ന സംഗതി വളരെ രസകരമായ സംഗതിയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ സബ്സെക്ഷൻ 2 32 സബ്സെക്ഷൻ 2 കൃത്യമായി പറഞ്ഞിരിക്കുന്നു, കൺസൾട്ട് ചെയ്യപ്പെടേണ്ട ആൾക്കാരുടെ പേര് വിവരങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു എക്സംഷനാണ് സബ്സെക്ഷൻ 3 പറയുന്നത്. അതിൽ ഇത്ര തന്നെ ഉള്ളൂ, ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ എക്സ്പ്ലനേഷൻ സംഘത്തിൻ്റെ സ്റ്റാൻഡ് കാൾ ഫോർ ചെയ്യാൻ പിന്നെ പ്രാക്ടിക്കലല്ല എന്ന് തോന്നി, RCSന് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള അവസരം നൽകാൻ കഴിഞ്ഞില്ല എന്ന് RCSന് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യപ്പെടേണ്ട ഫിനാൻസിങ് ബാങ്ക്, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഇവരുടെ അഭിപ്രായം ആരായുന്നതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും ഈ ഒരു അതിപ്രധാനമായ ഒരു നടപടിയിലേക്ക് ഈ സംഘത്തിനെ മാറ്റേണ്ടതുണ്ട് എന്ന് RCSന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ സബ്സെക്ഷൻ 1 2 എന്ത് തന്നെ പറഞ്ഞിരുന്നാലും അതൊന്നും ഇല്ലാതെ വേണമെങ്കിൽ RCSന് ഈ ഉപവകുപ്പ് 3 പ്രയോഗിച്ച് സംഘത്തിനെ സൂപ്പർസീഡ് ചെയ്യാവുന്നതാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ള സൂപ്പർസെഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് 6 months എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇനി ആ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും പ്രായോഗിക കാരണങ്ങൾ കൊണ്ട് പുതിയ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരു 6 മാസം കൂടി നീട്ടിക്കൊടുക്കാവുന്നതാണെന്നും പറയുന്നുണ്ട്. അതാണ് ഈ സബ്സെക്ഷൻ 3 പറയുന്ന സംഗതികൾ. അതിനൊന്നും തന്നെ ഈ അമെൻമെൻറ്റിലൂടെ മാറ്റങ്ങൾ വന്നിട്ടില്ല. പ്രിൻസിപ്പൽ ആക്റ്റിൽ എന്താണോ പറയുന്നത് അത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. സെക്ഷൻ 32 സൂപ്പർ സെക്ഷൻ്റെ സബ്സെക്ഷൻ 4 ഇനി ഒരു കാതലായ മാറ്റം, ഒരു ഭേദഗതി അല്ലെങ്കിൽ അമെൻമെൻറ്റ്. സെക്ഷൻ 4 ഈ സൂപ്പർ സെക്ഷൻ്റെ സെക്ഷൻ 32 സബ്സെക്ഷൻ 4 നമുക്കെല്ലാം അറിയാം എന്നുള്ളതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ അവകാശ അധികാരങ്ങളെ സംബന്ധിച്ചാണ് ഈ സബ്സെക്ഷൻ 4 പ്രിൻസിപ്പൽ ആക്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ഇത്ര തന്നെയാണ്. ഒരു അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവർക്ക് യഥാർത്ഥ കമ്മിറ്റിയുടെ അവകാശ അധികാരങ്ങളെല്ലാം തന്നെ രജിസ്ട്രാറുടെ കാലാകാലങ്ങളിലുള്ള നിർദ്ദേശങ്ങൾക്കനുസൃതമായി വിനിയോഗിക്കാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസറുടെ അവകാശ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനുള്ള
അധികാരമുണ്ടായിരിക്കും എന്ന് കൃത്യമായ ഒരു പരാമർശമാണ് സബ്സെക്ഷൻ 4 ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതുപോലെ നിലനിർത്തുകയും അവിടെ ഒരു അഡീഷൻ, ഒരു കൂട്ടിച്ചേർക്കൽ കൊണ്ടുവരികയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ആ അഡീഷൻ കൃത്യമായി പറയുന്നുണ്ട് അംഗങ്ങളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, അംഗങ്ങളുടെ എൻറോൾമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഈ അവകാശങ്ങൾ ഇൻക്ലൂഡിങ് എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് പ്രൊവൈഡഡ് സച്ച് members shall not have voting right unless an elected committee ratifies their membership എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള അവകാശം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കുണ്ട്. അത് വളരെ കാതലായ ഒരു മാറ്റമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ചേർക്കുന്ന അംഗങ്ങൾക്ക് ഇലക്ഷനിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. ഏതുവരെ? ഒരു ഇലക്റ്റഡ് കമ്മിറ്റി അവരുടെ മെമ്പർഷിപ്പ് റാറ്റിഫൈ ചെയ്യുന്നത് വരെ, അംഗീകരിക്കുന്നത് വരെ എന്ന് കൃത്യമായ ഒരു ഭേദഗതിയാണ് സബ്സെക്ഷൻ 4 ഉണ്ടായിരിക്കുന്നത്. കൂട്ടുകാർക്ക് അത് മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായത് മനസ്സിലാവും. ഇനി സബ്സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്ന മറ്റൊരു ക്ലോസിനും ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ കമ്മിറ്റിക്ക് RCSൻ്റെ തുടർ ഉത്തരവുകൾക്കനുസൃതമായി അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾക്കനുസൃതമായി പൂർണ്ണമായും പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ടായിരിക്കും. കമ്മിറ്റിയുടെ എല്ലാ അധികാരങ്ങളോടുകൂടി ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രവർത്തിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പ്രവർത്തിക്കാവുന്നതാണ് എന്നുള്ള ഒരു പഴയ നിബന്ധനയ്ക്ക് മാറ്റം വരുത്തിയിട്ടില്ല. ഇതിൽ സെക്ഷൻ 32 സബ്സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്നത് പുതിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നിയമിക്കപ്പെടുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അവരുടെ ടൈം തീരുന്നതിന് മുമ്പായിട്ട് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിയിലേക്ക് കടന്നിട്ട് വേണം അവരുടെ ടൈം പൂർത്തിയാക്കുന്നതിന് വേണ്ടി എന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം സബ്സെക്ഷൻ 5 പറഞ്ഞിട്ടുണ്ട്. അതിലും മാറ്റമില്ല. അവസാനമായും 6-മതായും സബ്സെക്ഷൻ 6 പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസിയസിൻ്റെ തുടർ ഉത്തരവുകളെല്ലാം തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ അവർ രേഖാമൂലം അറിയിച്ചിരിക്കണം എന്നുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു ക്ലോസ് 6-മതായി നേരത്തെ തന്നെ പ്രിൻസിപ്പൽ ക്ലോസിൽ ആക്റ്റിലുണ്ടായിരുന്നു. അതിൽ മാറ്റമില്ലാതെ ഇപ്പോഴും അതേപടി തുടരുന്നു. അപ്പോൾ സുപ്രധാനമായ സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റിയെ പിരിച്ചുവിടൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിൽ വരുത്തിയിരിക്കുന്ന കാലോചിതമായ മാറ്റങ്ങൾ സഹകാരികൾക്ക് കൃത്യമായി മനസ്സിലായിരിക്കും എന്നുള്ള വിചാരത്തോടെ, ധാരണയോടുകൂടി അടുത്ത ഒരു പോർഷനിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ സെക്ഷൻ 32 സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി പിരിച്ചുവിടൽ ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്ന ഭേദഗതികളും നമ്മൾ കൃത്യമായി പരിശോധിച്ചു. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് സെക്ഷൻ 33 വന്നിരിക്കുന്നത്, പ്രതിപാദിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പൽ ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട്, അപ്പോയിൻമെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇൻ ദ കേസ് ഓഫ് ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ന്യൂ കമ്മിറ്റി എന്നാണ് 33 പറയുന്നത്. വ്യത്യാസം കൃത്യമാണ്. ഒരു പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു, അവർക്ക് ഭരണസാരഥ്യം വഹിക്കുന്നതിന് ചാർജ് എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല, അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് പുതിയ കമ്മിറ്റി തുടരാൻ വേണ്ടി കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ വയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 33 പറയുന്നത്. 32 അതല്ല. നിലവിലുള്ള കമ്മിറ്റിക്ക് കാലാവധിയുണ്ട്. അവരുടെ മിസ്കോണ്ടക്റ്റ് കൊണ്ട് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. മറ്റേതല്ല, കാലാവധി കഴിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഭരണ പ്രതിസന്ധി കൊണ്ട് അവർക്ക് തുടരാൻ വേണ്ടി കഴിയുന്നില്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. 33 പറയുന്നതാണ്. അതിൽ പല കാരണങ്ങൾ, പല സാഹചര്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഒരു സംഘത്തിൻ്റെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അവസാനിച്ചു. അതിന് ഇടയിൽ തന്നെ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കപ്പെടാൻ ഉള്ള ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സാഹചര്യം അങ്ങനെ വരാമല്ലോ. അല്ലെങ്കിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അവിശ്വാസ പ്രമേയം പാസ്സായി. അങ്ങനെയാണെങ്കിൽ കമ്മിറ്റി രാജിവെച്ച് പുതിയ കമ്മിറ്റി വരണമല്ലോ. കാലാവധിയൊക്കെ ഉണ്ടായിരുന്നു, നോ കോൺഫിഡൻസ് മോഷൻ പാസ്സായി. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് വരാം. അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ കുറേ കമ്മിറ്റി അംഗങ്ങൾ കൃത്യമായി കൂട്ടത്തോട് രാജിവെച്ചു. ഒരു അൺയൂഷ്വൽ സിറ്റുവേഷൻസ് ആണ് ഇതൊക്കെ. അങ്ങനെയൊക്കെ വരാമല്ലോ. അല്ലെങ്കിൽ ഒഴിവുകൾ നികത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ കോറം തികയാതെ വരിക, അതാണ് എൻ്റെ വാക്ക്. കോറം തികയാതെ വരിക. ആ സാഹചര്യം വന്നാലും പുതിയ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട് ചാർജ് എടുത്തതിന് ശേഷം 6 മാസത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് ഭരണസമിതി യോഗം കൂടാതെ ഇരിക്കുന്നു എന്ന് ഒരു പരാതി കിട്ടി, അല്ലെങ്കിൽ ഒരു RCSന് ബോധ്യപ്പെട്ടു. ആ സാഹചര്യത്തിലും പുതിയ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്ററെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതൊക്കെയാണ് സെക്ഷൻ 33 പറയുന്ന വിവിധ സാഹചര്യങ്ങൾ എന്ന് പറയുക.
അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി വരിക, മുന്നോട്ട് പോകാനുള്ള പ്രതിസന്ധി, ഒരു തടസ്സം, ഒബ്സ്റ്റക്കിൾസ് വരിക. ആ സാഹചര്യത്തിലും ഈ രീതിയിൽ RCSന് അധികാരം പ്രയോഗിക്കാവുന്നതാണെന്ന് കാണാം. അതാണ് സെക്ഷൻ 33 പറയുന്ന വിശദമായ സംഗതി. നമ്മൾ അതിൻ്റെ സെക്ഷൻ 33 സബ്സെക്ഷൻ 1 പറയുന്ന സുപ്രധാനമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 33 സബ്സെക്ഷൻ 1B നമ്മൾ 32 സൂപ്പർ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ അതിന് സമാനമായ ഒരു സാഹചര്യം ഇവിടെയും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആയിട്ട് വരുന്നത് സംഘത്തിൻ്റെ അംഗങ്ങളാകണമെന്നില്ല എന്ന് പറഞ്ഞു. അതിനെ മാറ്റിയിട്ട് അംഗങ്ങളാകണമെന്നുണ്ട് എന്ന തരത്തിലേക്കൊരു മാറ്റം അവിടെ കൊണ്ടുവന്നു. അതിന് സമാനമായൊരു മാറ്റം ഇവിടെയും വേണ്ടേ? ഇവിടുത്തെ നടപടിക്രമങ്ങൾ ആൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും ആ വേർഡിങ്സ് ആണ് ഈ അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ സബ്സെക്ഷൻ ക്ലോസ് ബിയിൽ പറഞ്ഞിരിക്കുന്നത് ഹു നീഡ് നോട്ട് ബി ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഹു എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ. നീഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തിലെ ആ വാക്കുകൾ ഒഴിവാക്കി പകരം നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെ ഇവിടെയും ചേർക്കുക എന്നുള്ളതാണ്. ഹു ഷാൽ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് ചേർക്കുക. അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കണം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നുള്ളൊരു മാറ്റം ഇവിടെയും ബാധകമാണെന്ന തരത്തിൽ ഒരു അമെൻമെൻ്റാണ് സെക്ഷൻ 33 കൊണ്ടുവന്നിരിക്കുന്നത്. 33യുടെ ടെക്സ്റ്റ് എല്ലാ സുഹൃത്തുക്കൾക്കും ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ സമയപരിധി കാരണം ഈ വലിയൊരു ടെക്സ്റ്റ് ഞാൻ വായിക്കുന്നില്ല. കൂട്ടുകാർ അത് വായിച്ച് മനസ്സിലാക്കുക. മറ്റ് സാങ്കേതിക വിഷയങ്ങളില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഡിസ്കഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. സെക്ഷൻ 33 1Bയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. അതുപോലെ ഇതിൽ 3 സബ്സെക്ഷനുകളാണ് ഈ സെക്ഷൻ 33 പ്രതിപാദിക്കുന്നത്, 1, 2 and 3. അതിൽ 1 വന്ന മാറ്റം നമ്മളിപ്പോൾ കണ്ടു. ഒരു തന്നെ സബ്സെക്ഷൻ 2 സെക്ഷൻ 33 സബ്സെക്ഷൻ 2 ഒരു ചെറിയ മാറ്റം അതും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ഇത്തരം നിയമിക്കപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ അവകാശ അധികാരങ്ങളെ സംബന്ധിച്ചാണ് ഈ സബ്സെക്ഷൻ 2 പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് RCS കാലാകാലങ്ങളിൽ നൽകുന്ന ഉത്തരവുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അപ്പടി അനുസരിക്കേണ്ടതാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഉണ്ടായിരുന്ന മാനേജിംഗ് കമ്മിറ്റിയുടെ അവകാശാധികാരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസറുടെ അവകാശാധികാരങ്ങൾ എല്ലാം തന്നെ നിർവഹിക്കുന്നതിനുള്ള അധികാരം ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ഉണ്ടാകും എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അഡീഷൻ കൂടി ചേർത്തിട്ടുണ്ട്. ആ അഡീഷൻ വേറൊന്നുമല്ല, ഇൻക്ലൂഡിംഗ് ദ എൻറോൾമെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ്. പുതിയ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ ആൾക്കാരെ എൻലിസ്റ്റ് ചെയ്യുന്നതുമായും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എൻറോൾമെൻറ്റിലും ഉള്ള അധികാരം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഭേദഗതി ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ അധികാരങ്ങളും എന്ന് പറയുന്നിടത്ത് എൻറോൾമെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് എന്നും കൂടി ആഡ് ചെയ്തിട്ട് ഉള്ള അമെൻമെൻറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. സിമ്പിളാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണത്. മുൻകാലത്ത് ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് തിരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഇതുപോലുള്ള അംഗങ്ങളെ ചേർക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഇപ്പോൾ എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്ന സുപ്രധാനമായ ഒരു ഇൻസെർഷൻ കൂടി അതിനകത്ത് കൊണ്ടുവന്നതോടുകൂടി അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ഇതിനും അംഗങ്ങളുടെ എൻറോൾമെൻറ്റിനും അവകാശം അല്ലെങ്കിൽ അധികാരമുണ്ടായിരിക്കും. വളരെ സുപ്രധാനം. ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പുതിയ അംഗങ്ങളെ ചേർക്കാനുള്ള അധികാരത്തോടനുബന്ധിച്ച് ഈ സബ്സെക്ഷൻ 2 അനുബന്ധമായിട്ട് മറ്റൊരു കാര്യം കൂടി പുതുതായിട്ട് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ സെക്ഷൻ 32 സബ്സെക്ഷൻ 4 പറഞ്ഞ അതേ കാര്യം ഇവിടെയും പറയുന്നു. അവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് പുതിയ അംഗങ്ങളെ ചേർക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. ആ കമ്മിറ്റിക്ക് അങ്ങനെ ചേർക്കുന്ന അംഗങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. ഏതുവരെ? ഇലക്ട് ചെയ്ത് വരുന്ന ഒരു കമ്മിറ്റി ഈ അംഗത്വം റാറ്റിഫൈ ചെയ്യുന്നത് വരെ, അംഗീകരിക്കുന്നത് വരെ വോട്ടിംഗ് റൈറ്റ്. അതേ ഒരു ക്ലോസ് ഈ സെക്ഷൻ 33 സബ്സെക്ഷൻ 2 അനുബന്ധമായി കൊണ്ടുവന്നിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർക്ക് പുതിയ അംഗങ്ങളെ ചേർക്കാം, പക്ഷേ ഈ അംഗങ്ങൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. ഏതുവരെ? ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്ന ഒരു പുതിയ കമ്മിറ്റി ഈ അംഗത്വം റാറ്റിഫൈ ചെയ്യുന്നത് വരെ. അതാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ ടെക്സ്റ്റ് വായിച്ചാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും. നോക്കാം. സെക്ഷൻ 33 സബ്സെക്ഷൻ 2 അനുബന്ധമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ക്ലോസ് ആണിത്. അത് ഞാൻ പറഞ്ഞ അതിൻ്റെ പദാനുപദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. നോക്കാം നമുക്ക്. അതിൽ അവ്യക്തതയുടെ കാര്യമില്ല. ദ മെമ്പേഴ്സ് സോ എൻറോൾഡ് ഷാൽ നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ് അൺലെസ് ആൻ എലക്റ്റഡ് കമ്മിറ്റി റാറ്റിഫൈസ് സച്ച് മെമ്പർഷിപ്പ്, and if the committee does not ratify any such membership,
ഷാൽ സ്പെസിഫൈ ദ റീസൺ thereof ഫോർ സച്ച് ഡിനയൽ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ 33-ലും കൊണ്ടുവന്നതാണ്. അത് വളരെ വ്യക്തമാണ്, അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. സബ്സെക്ഷൻ 3-ൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ അതിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. ഇത്തരത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് പുതിയ കമ്മിറ്റിയെ ഭരണത്തിലെത്തിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ തിരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ഇവർ കാലോചിതമായി അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ക്ലോസാണ് നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രിൻസിപ്പൽ ആക്ടിൽ. അതിൽ യാതൊരു മാറ്റവും ഇപ്പോൾ വരുത്തിയിട്ടില്ല. സുഹൃത്തുക്കളെ, സഹകരണ നിയമ ഭേദഗതി 2023-ൻ്റെ 6ാമത് അധ്യായം ഇന്ന് ഇവിടെ പൂർത്തീകരിക്കാൻ സമയമായിരിക്കുന്നു. അവശേഷിക്കുന്ന അമെൻമെൻറ്റ് ഭേദഗതികളുമായി നമ്മൾ വിശദമായ ചർച്ചയ്ക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തും. അതുവരെ സൈനിങ് ഓഫ് നിങ്ങളുടെ അജിത് കുമാർ. ബൈ.